കണ്ണൂർ കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിലുണ്ടായ ഒരു സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. സ്ഫോടനത്തിൽ തകർന്ന വീട്ടിൽ നിന്ന് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ണപുരം പോലീസും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തുണ്ട്. പടക്ക നിർമ്മാണത്തിനിടെയാണ് ഈ ഒരു സ്ഫോടനം നടന്നത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക്കിനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. നമുക്ക് ആദ്യം ചില പ്രതികരണങ്ങൾ കേൾക്കാം. ഇത് ഇവിടെ വാടക നിൽക്കുന്നതാണ്. ഒരു നാട്ടുകാരുമായിട്ടൊന്നും വലിയൊരു ഇതില്ലാത്ത ടീമാണ്. അതായത് അവർ രാത്രി വരും പോവും എന്നല്ലാണ്ട് വേറെ കണക്ഷനൊന്നും ഇവിടെ ഇല്ല. താമസിക്കുന്നത് 2 പേരാണ്. പക്ഷേ സാധാരണ വണ്ടി ബൈക്ക് ഇവിടെ കാണാറുണ്ടായിരുന്നു. ഒരാളെ വണ്ടി അവിടെ കാണുന്നില്ല. അപ്പോൾ മുകളിൽ ഒരാളെ ബോഡീൻ്റെ കാലിൻ്റെ ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരാളെ ഉണ്ടാവാൻ സാധ്യതയാണ് കേട്ടത്. ഒരാൾ ഇവിടെ സ്കിഡായിട്ടായിട്ട് വീണേരം ഇപ്പുറം താഴത്തെ സുരേഷേട്ടൻ ചോദിച്ച നേരം പറഞ്ഞത് കോഴിക്കോടുകാരനാണെന്ന് പറഞ്ഞത്. കണ്ണൂരെന്തോ വർക്ക് ചെയ്യാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ അത് സത്യമാണെന്നൊന്നും അറിയില്ല. വേറെ ആരും അങ്ങനെ കാണൽ പോലും ഇല്ല. ഇവരൊന്നും 2 പുരുഷന്മാരാണ്. കാണലൊന്നുമില്ല. ഇവർ വന്ന് ഇങ്ങനെ പോകുന്നു എന്നല്ലാണ്ട് യാതൊരു വിധത്തിൽ രാത്രിക്കാന്ന് കൂടുതലായിട്ട് വരുത്തുന്ന. രാത്രി ഒരു 2 മണിക്കാന്ന് തോന്നുന്നു. നല്ല സൗണ്ടിലായിരുന്നു. അപ്പോൾ ജനലൊക്കെ തുറന്നു. എൻ്റെ വീട്ടിൻ്റെ ഒരു 2-3 ഗ്ലാസ്സെല്ലാം പൊട്ടി. അപ്പം അങ്ങനെ കേട്ട് പെട്ടെന്ന് ഇത്രയും സൗണ്ട് കേട്ടപ്പോൾ പിന്നെ പുറത്തിറങ്ങിയില്ല. എന്താണെന്ന് അറിയാതെ നമ്മൾ ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ പുറത്തിറങ്ങിയില്ല. കുറച്ച് കഴിഞ്ഞ് ബാക്കി അപ്പുറത്തുപുറത്തുന്ന ആൾക്കാരൊക്കെ പുറത്ത് വന്നപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന് നോക്കി. അപ്പോഴാണ് ഈ വീടാണെന്നുള്ള സംഭവം മനസ്സിലായത്. ഇപ്പോൾ ഇതിനെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണല്ലോ. ഇവരെ കുറിച്ച് എന്തെങ്കിലും അറിയോ? ഇല്ല, ഇവർ പകലങ്ങനെ അധികം ആൾ പുറത്തുണ്ടാവാറില്ല. ഇപ്പോൾ ഇത് ഒന്നാമത് കുറച്ച് ഉള്ളോട്ടായതുകൊണ്ട് റോട്ടിൽ നിന്ന് നോക്കിയാലോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് നോക്കിയാലോ ഇതിലേക്ക് കാണാൻ പറ്റുന്നില്ല. ഈ വീട്ടിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ രാത്രി വണ്ടീൻ്റെ ഒച്ച കേൾക്കാം. അത് 1-2 ബൈക്ക് വരും. അതുപോലെ തന്നെ രാവിലെ അതുപോലെ ഒരു 5 മണിയാകും. ചെറുപ്പക്കാരാണ്. പിന്നെ ഈ ഹെൽമെറ്റിനും വെച്ച് ഫുൾ കവറേ അവരവരെ സേഫ്റ്റി നോക്കിയിട്ടല്ലേ വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരിക്കൽ വന്നവരെന്നെയാണോ പിന്നെ വരുന്നതെന്ന് നമുക്കറിയില്ല. ആളുകളുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. നമുക്കിപ്പം രാഹുലുണ്ട്. രാഹുൽ, ഇപ്പോൾ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു അനൂപ് മാലിക്കിനെതിരെ കേസെടുത്തു എന്നുള്ളതാണ്. ഈ അനൂപ് മാലിക്കും ഈ 2 യുവാക്കളും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവരുമായിട്ടുള്ള ഒരു പരിചയം എങ്ങനെയാണ് രാഹുൽ? ജയലക്ഷ്മി, ഗോവിന്ദൻ എന്ന് പറയുന്ന ആളുടെ വീടാണിത്. അദ്ദേഹം പുതിയ വീട് വെച്ച് മാറിയതിന് പിന്നാലെയാണ് ഈ വീട് വാടകയ്ക്ക് നൽകി തുടങ്ങിയത്. അനൂപ് മാലിക് എന്നയാളാണ് വീട് വാടകയ്ക്ക് എടുത്തത്. അദ്ദേഹത്തിൻ്റെ തൊഴിലാളികൾ 2 പേരാണ് വീട്ടിൽ താമസിച്ചിരുന്നതെന്നാണ് നമ്മൾ നിലവിൽ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അവരുടെ പേരുവിവരങ്ങൾ പോലീസിന് ഏതായാലും ലഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അറിയിക്കാമെന്നാണ് പോലീസ് പറയുന്നത്. ഒരാളുടെ മൃതദേഹമാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. അത് ഈ വീടിൻ്റെ അവശിഷ്ടങ്ങൾക്കടിയിൽ നിന്നാണ്. കാല് പുറത്തായ നിലയിലായിരുന്നു. തുടർന്ന് അത് മുകളിലുണ്ടായിരുന്ന കെട്ടിട ഭാഗങ്ങളെല്ലാം തന്നെ മാറ്റിയതിന് ശേഷമാണ് മൃതദേഹം പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ബാക്കി 2 പേരാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. രണ്ടാമത്തെ ആൾ അപകട സമയത്ത് രാത്രിയിൽ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വീട്ടിലെ എല്ലാ സാധനങ്ങളും പൂർണ്ണമായും മാറ്റി പരിശോധനയാണ് നിലവിൽ പുരോഗമിച്ചു വരുന്നത്. ഇത്രയും സമയമായിട്ടും പക്ഷേ അയാളെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ സഹായം ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഓടും കല്ലും മണ്ണും ഒക്കെ തന്നെ നീക്കി പരിശോധന നിലവിൽ പുരോഗമിച്ചു വരുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥലത്ത് തുടരുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, ഈ അനൂപ് മാലിക്, ഇപ്പോൾ കേസെടുത്തിട്ടുള്ള അനൂപ് മാലിക് മുൻപും 2016 സമാനമായ ഒരു കേസിൽ പ്രതിയായ ആളാണ് എന്നുള്ളതാണ്. കണ്ണൂർ പുഴാതിയിലാണ് അന്ന് ഇതേ രീതിയിലൊരു സ്ഫോടനം നടന്നത്. ഈ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വെച്ച വീട്ടിൽ സ്ഫോടനം സംഭവിക്കുകയും ഒരാൾ കൊല്ലപ്പെടുകയും അനൂപ് മാലിക്കിൻ്റെ കുടുംബാംഗങ്ങൾക്കടക്കം അന്ന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അന്ന് വിവിധ ഉത്സവ സ്ഥലങ്ങളിലേക്കടക്കം കൊണ്ടുപോകുന്നതിന് വേണ്ടി വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഉഗ്രശേഷിയിൽ നിർമ്മിച്ച സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വെച്ച സ്ഥലമെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. അതായത് അതേ രീതിയിൽ തന്നെയാണോ ഇവിടെയും പ്രവൃത്തി നടന്നു വന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. എക്സ്പ്ലോസീവ്സ് ആക്ട് പ്രകാരം സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വെച്ചതിനും ആ വിധത്തിൽ മറ്റുള്ളവരുടെ ജീവന് അപകടമുണ്ടാക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനുമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചു വരികയാണ്. അനൂപ് മാലിക് ഏതായാലും ഇതേ രീതിയിൽ മുൻപും കേസിൽ പ്രതിയായ ആളാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ്.